ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഈ ഒരു സാരി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുർത്തി ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇത് വിചിത്ര സിൽക്കിൻ്റെ സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ലൈനിങ് ആയി എടുത്തിട്ടുള്ളത് ക്രേപ്പിൻ്റെ ഈ ഒരു മെറ്റീരിയലാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ് 4ആയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ 6.5 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഇതേപോലെ ഒരു എൽ ഷേപ്പിൽ ഇതേപോലെ ഒരു ലൈൻ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള 9.5 അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഞാനൊരു 11.5 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അത് 13 ഇഞ്ചും അതേപോലെ വിട്ടായിട്ട് വരുന്നത് 7.5 ഇഞ്ചും അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 9.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് 19 ഇഞ്ചും വിട്ടായിട്ട് വരുന്നത് 10 ഇഞ്ചും അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 12 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 3 ഡോട്ടും ഇതേപോലെ ഒന്ന് ലൈൻ ആക്കിയിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ എവിടെയാണ് വരയ്ക്കുന്നത് അതിൻ്റെ കോർണറിലായിട്ട് ഇതേപോലെ 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആ ഒരു ആം ഹോളിൻ്റെ ആ വരച്ച ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഡോട്ട്സ് തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടിയിലേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ആ ഒരു ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇനി ആ ഒരു അറ്റത്ത് നിന്നിട്ട് 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇനി ഈ ഒരു തുണിയുടെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു 2 ഡോട്ടും കൂടി ഇതേപോലെ ഒരു കർവ് പോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. കറക്റ്റ് ആ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ നമ്മൾ ഇതേപോലെ നമ്മുടെ ഈ ഒരു ലൈനിങ് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനിങ്ങിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത് 40 ഇഞ്ചാണ് കേട്ടോ. അതിൽ നിന്നൊരു 2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ തുണി 2 ആക്കിയിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെട്ടിയെടുക്കുന്നത് ബാക്ക് പോർഷനാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ലൈനിങ് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ചോക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ലൈനിങ്ങിൻ്റെ അളവിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അടിവശം നമ്മൾ കുറച്ച് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് മെയിൻ ക്ലോത്തിൽ വെച്ചതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് തുണി 2 ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതേപോലെ 2 ആക്കി മടക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്കൊരു 4 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ചേർത്തിട്ട് 5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ടോപ്പിൻ്റെ ലെങ്ത്തിൽ ഫുള്ളായിട്ട് ഇതേപോലെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. ഇതേപോലെ ഫോൾഡ് ചെയ്ത ഭാഗത്തായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ് ആ 1 ഇഞ്ച് നീക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു അളവ് നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഇതേപോലെ വരച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ 3 പീസായിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ അത് സെൻറ്ററും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു 2 സൈഡ് ജോയിൻ ചെയ്തെടുക്കാനാണ് നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് തുണി 4 ആക്കി മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം മേലേന്ന് ഇതേപോലെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി അതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴത്തെ നമുക്ക് വണ്ണം മാർക്ക് ചെയ്യാം. 4 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മേലെയുള്ള 3 ഡോട്ടും ഇതേപോലെ നമുക്ക് കർവായിട്ട് നോർമലായിട്ട് സ്ലീവ് എങ്ങനെയാണോ വരയ്ക്കുന്നത് അതേപോലെ വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ സൈഡും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു മാർക്കിങ്ങിലൂടെ ഇതേപോലെ നമ്മുടെ സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. സ്ലീവ്സിൻ്റെ സെൻറ്ററിലും ഇതേപോലെ ഒരു കട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള മെറ്റീരിയൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വീതി 7 ഇഞ്ചും അതേപോലെ തന്നെ ലെങ്ത്ത് വരുന്നത് 15.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പീസിൻ്റെ വീതി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എത്രത്തോളം ഫ്രില്ല് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്ക് പീസിൻ്റെ അവിടേക്ക് വെക്കാനുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 3 ഇഞ്ച് വീതിയും അതേപോലെ തന്നെ 6 ഇഞ്ച് നീളത്തിൽ ഇതേപോലെ നമ്മളൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക.
അതിനുശേഷം ഇതേപോലെ പകുതി വെച്ചിട്ട് ഒരു വി ഷേപ്പിലാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് കറക്റ്റായി വരച്ചതിന് ശേഷം ഈ ഒരു ക്യാൻവാസ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷനിൽ നെക്ക് വരുന്നത് ഈ ഒരു മോഡലിലാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ക്യാൻവാസ് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം 3 ഇഞ്ച് വീതിയും, അപ്പോൾ ബാക്ക് നെക്കിൽ ഇറക്കാൻ ഞാൻ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ഇതേപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ക്യാൻവാസിൻ്റെ ഇത് നമുക്ക് ഈ ഒരു തുണിയിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതേ സെൻറ്ററിൽ നിന്ന് നമ്മുടെ കറക്റ്റായിട്ടുള്ള നെക്കിൻ്റെ അളവ് എത്രയാണോ അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ഇഞ്ചിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ പേപ്പർ ഇതേപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്തിട്ട് ഈ ഒരു ലൈനിങ്ങായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം അതേപോലെ തന്നെ ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്ന ഭാഗം മേലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക. അതിനുശേഷം കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ അളവിൽ ആ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു കോർണറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ തുണി ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നന്നായിട്ട് ആ ഒരു ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതേപോലെ ഫുള്ളായിട്ട് ഈ ഒരു നെക്കൊന്ന് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു സൈഡ് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു കട്ട് ചെയ്തതിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ വീണ്ടും നമ്മളിത് ചെറിയ ചെറിയ നോച്ചസ് ഇതുപോലെ ഇട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കോർണറിലൊക്കെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. പക്ഷെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ ഈ ഒരു നോച്ചസ് ഇടുമ്പോൾ കൊള്ളാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു ലൈനിങ് ഇതുപോലെ ചീത്ത വശത്തേക്കായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു നെക്ക് ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ബാക്ക് നെക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്യാൻവാസ് ലൈനിങ് ആയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിൻ ക്ലോത്തിൽ ആ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഭാഗം ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തുണി തെന്നി പോവാതിരിക്കാനൊക്കെ ആയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ എഡ്ജിൽ കൂടെ ഇതേപോലെ നമ്മുടെ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈനിങ്ങിൻ്റെ അവിടെ നിന്ന് അറേഞ്ച് കട്ട് ചെയ്യുക, നോച്ചസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേ നല്ല വശത്തേക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലീറ്റ്സ് വെച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയൊരു പീസ് തുണിയുടെ അരികവശങ്ങൾ ഒന്ന് 1/2 ഇഞ്ചിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആക്കി ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് 2 സൈഡും ഇതേപോലെ തന്നെ ചെറിയ പ്ലീറ്റ്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്ററിലും നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു പ്ലീറ്റ്സ് വരിക. ഇനി നമുക്ക് ആ ഒരു 2 പീസും കൂടി ഉണ്ടല്ലോ ഫ്രണ്ടിലത്തെ, അത് ഇതേപോലെ സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ 2 സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കെടുക്കും കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ നമ്മുടെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശം അതേപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഇതേപോലെ 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലീവ്സിൻ്റെ അടിവശം ഇതേപോലെ തന്നെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചും കൂടി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് രണ്ടിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ നമുക്ക് സ്ലീവ്സും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഷേപ്പ് എത്രയാണോ അത് കറക്റ്റായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ 9 ഇഞ്ചും 7.5 ഇഞ്ചും പിന്നെ അടിവശത്തായിട്ട് 10 ഇഞ്ചും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവിടേക്ക് നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഫുള്ളായിട്ട് ലെങ്ത്തിൻ്റെ അതുവരെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ അവിടേക്ക് പോകാം. അപ്പോൾ സ്ലീവ്സിൻ്റെ അടിയത്തെ വണ്ണം 4 ഇഞ്ചാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ഈ ലൈനുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഇനി നമുക്ക് അടിവശം ലൈനിങ്ങിൻ്റെ അടിവശം അതേപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ അടിവശം ഇതേപോലെ 1/2 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഷേപ്പും നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തത് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാണ് ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ റിസൾട്ട്. ഫുൾ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു പ്ലീറ്റ്സ് വരുന്ന ഭാഗത്തായിട്ട് ചെറിയൊരു 2 ലേസിൻ്റെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരി വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അതേപോലെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.